വെൽക്കം ടു ടെക് പി എസ് സി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോട്ടണിയിലെ ഒരു ടോപ്പിക്കാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആ ഒരു ഹെഡിങ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ റീപ്രൊഡക്ഷൻ എന്ന ബേസിക് കൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങൾ മിക്കതും നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ഒരു പ്ലാന്റിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് പുതിയ ഒരു ഓഫ് സ്പ്രിങ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൽ പുതിയ ഒരു ന്യൂ പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന ഒരു പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിൽ നടക്കുന്ന സർവ്വ കാര്യങ്ങളും നമുക്ക് അടിസ്ഥാനമായിട്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നമുക്ക് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ധാരാളം PC എക്സാംസിന് ബോട്ടണി വരുന്ന ഭാഗങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് നോക്കാം. എന്താണ് റീപ്രൊഡക്ഷൻ? The ability of living organism to produce its own kind is called reproduction. ഒരു മദർ ആയിട്ടുള്ള അല്ലെങ്കിൽ മദർ പ്ലാന്റ് ആയിക്കോട്ടെ, ഏതൊരു ലിവിങ് ഓർഗാനിസം ആയിക്കോട്ടെ, ആ ഒരു ലിവിങ് ഓർഗാനിസത്തിന് ന്യൂ വൺസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് മേ ബി ചിലപ്പോൾ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ചേർന്ന് ഫെർട്ടിലൈസ് ചെയ്ത് വിത്ത് ഫെർട്ടിലൈസേഷൻ കൂടിയായിരിക്കും ഓഫ് സ്പ്രിങ് ഉണ്ടാവുക. അതായത് ഒരു ഫീമെയിൽ ഗ്യാമറ്റ് മെയിൽ ഗ്യാമറ്റ് ചേർന്നിട്ടായിരിക്കും ഓഫ് സ്പ്രിങ് ഉണ്ടാവുക. അല്ല എന്നുണ്ടെങ്കിലോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് എങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അതിൽ നോക്കാൻ പോകുന്നത്. അതായത് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് എന്നുള്ള രണ്ട് ഡിഫറെന്റ് ഫോംസ് ഇല്ല, ഒരു ഇൻഡിവിജ്വൽ ഫോം മാത്രം മതി അടുത്ത ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവാനായിട്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് അഗാമോസ്പെർമി. അഗാമോസ്പെർമിക്കകത്തിലാണ് നമ്മൾ പഠിക്കുന്ന അസെക്ഷുവൽ ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? ഒരു മെയിലും ഫീമെയിലും ഗ്യാമറ്റ് ചേർന്ന് ഒരു പുതിയ ഓഫ് സ്പ്രിങ് ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പറയുന്നത്. അതേസമയം വെജിറ്റേറ്റീവ് ആൻഡ് അസെക്ഷുവൽ എന്ന് കണക്കാക്കപ്പെടുന്ന അഗാമോസ്പെർമിയിൽ എന്താണ് വരുന്നത്? ന്യൂ വൺസ് ആർ ഫോംഡ് വിത്തൗട്ട് ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ന്യൂ വൺസ് എന്നാണ് കേട്ടോ. ന്യൂ വൺസ് ഫോംഡ് വിത്തൗട്ട് ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കാതെ പുതിയ ഓഫ് സ്പ്രിങ്സ് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ അസെക്ഷുവൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേത് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനിലൂടെ അസെക്ഷുവൽ ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഉത്തമ ഉദാഹരണമാണ് സെൽ ഡിവിഷൻ ഇൻ അമീബ ആൻഡ് പാരമീഷ്യം. ഇതിൽ തന്നെ അമീബ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ഫ്രം ബൈനറി ഫിഷൻ. ഓക്കെ, അമീബ റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. ബൈനറി ഫിഷനിൽ 4 സ്റ്റേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു പേരന്റ് സെല്ല്, ആ ഒരു പേരന്റ് സെല്ലിൽ നിന്ന് DNA റെപ്ലിക്കേഷൻ നടന്നിട്ട് ആ ഒരു സെല്ല് DNA സ്പ്ലിറ്റ് ചെയ്യുന്നല്ലേ, DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. 2 DNA ആവുന്നു. അതിനുശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുകയാണ്. അതിനുശേഷം സെൽ വോൾ അല്ലെ, സെൽ വോള് രണ്ടായിട്ട് ഫോം ചെയ്യാണ്. സെൽ വോൾ ഇമാജിനേഷൻ വരുന്നു. അതിനുശേഷം സെൽ വോൾ ഫുൾ ആ ഒരു പ്ലേറ്റ് സെൽ വോൾ ഫോം ചെയ്തിട്ട് 2 ന്യൂ ഡോട്ടർ സെൽസ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് സെൽ ഡിവിഷൻ എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് ബൈനറി ഫിഷൻ ഇൻ അമീബ. നെക്സ്റ്റ് സൂസ്പോർസ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ മറ്റൊരു എക്സാമ്പിൾ. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫ്ലാജെല്ലേറ്റഡ് ആയിട്ടുള്ള മോട്ടൈൽ സ്പോർസിനാണ്. മോട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യാൻ കഴിവുള്ള സ്പോർസിനെയാണ് നമ്മൾ സൂസ്പോർസ് എന്ന് പറയുന്നത്. എൻഡോജീനിയസ്ലി ഫോം. എക്സാമ്പിൾ ക്ലാമിഡോമോണാസ് ഇൻ ആൽഗെ. എൻഡോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ആൽഗയുടെ താലസിന്റെ ഉള്ളിലായിരിക്കും എൻഡോജീനിയസ് ആയിട്ട് ക്ലാമിഡോമോണാസ് അല്ലെങ്കിൽ ആൽഗയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഒരു ക്ലാമിഡോമോണാസിന്റെ സ്ട്രക്ചർ ആണ്. ഒരു ഫ്ലാജെല്ലം കാണും, കോൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ടാവും, ഐറ്റ് സ്പോട്ട് ഉണ്ടാവും, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, സ്റ്റാർച്ച് ഗ്രെയിൻ ആൻഡ് ഐർനോൺ. സൂസ്പോർസ് ആർ റിലീസ്ഡ് ഇൻ ദിസ് വേ. പേരന്റ് സെല്ല് സൂസ്പൊറാഞ്ചിയം എന്നാണ് നമ്മൾ പറയുന്നത്. സൂസ്പൊറാഞ്ചിയം, അതിനുള്ളിൽ കുറെ സ്മോൾ സ്പോർസ് വന്നിട്ട് ആ ഒരു സൂസ്പോർസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാജെല്ലേറ്റഡ് ആണ്, മോട്ടൈൽ ആണ്, മൈക്രോസ്കോപ്പിക് ആണ്. അത് റിലീസ് ആയിട്ടാണ് ക്ലാമിഡോമോണാസ് അല്ലെങ്കിൽ ആൽഗയിൽ പുതിയ ഓഫ് സ്പ്രിങ്സ് വരുന്നത്. നെക്സ്റ്റ് കൊണീഡിയ. ഫംഗയിലെ ഒരു തരത്തിലുള്ള സ്പോറാണ്
സെക്ഷൽ സ്പോർ ആണ് കൊണീഡിയ എന്ന് പറയുന്നത്. എക്സോജീനിയസ്ലി ഫോംഡ് ആയിട്ടുള്ളതാണ് കൊണീഡിയ. അപ്പോൾ സൂസ്പോർസ് ആർ എൻഡോജീനിയസ്ലി ഫോംഡ് ആൻഡ് കൊണീഡിയ ആർ എക്സോജീനിയസ്ലി ഫോംഡ്. ദാറ്റ് ഇസ് താലസിന്റെ എക്സോജീനിയസ് ആയിട്ടാണ് അല്ലെ, വെളിയിലായിട്ടാണ് കൊണീഡിയ ഫോം ചെയ്യുന്നത്. ബേസിപെറ്റൽ ചെയിൻ ഓഫ് കൊണീഡിയ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കൊണീഡിയ ഫോറിലായിരിക്കും കൊണീഡിയ ഉണ്ടാവുക. കൊണീഡിയ പിന്നെ കൊണീഡിയ ഫോഴ്സ് ആയിട്ട്, കൊണീഡിയ സ്പോർസ് ആയിട്ട്, ഓരോ സ്പോർസ് ആയിട്ട്. ഇത് പെനിസിലിയത്തിന്റെ കൊണീഡിയ ഫോർ ആണ്. ദാറ്റ് ഇസ് ബേസിപെറ്റൽ ചെയിൻ ഓഫ് കൊണീഡിയ ആയിട്ട് നമുക്ക് കാണുന്നത്. നെക്സ്റ്റ് ജെമ്യൂൾ ആണ്. ജെമ്യൂൾ സ്പോഞ്ചസ്, നമ്മൾ പോറിഫറയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് സ്പോഞ്ചസ്. ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ ഓരോ അല്ലെ പോറിഫറ, ഫൈലം പോറിഫറ ടു കോർഡേറ്റ വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതില് സ്പോഞ്ചസ്, ബെന്തിക്കോള, ദാറ്റ് ഇസ് അണ്ടർ ദ പോറിഫറ. ഫ്രഷ് വാട്ടർ സ്പോഞ്ചസ് ആണ് എന്തിന് എക്സാമ്പിൾ? ജെമ്യൂൾസിന് എക്സാമ്പിൾ. ഓക്കെ, gemmules, the parent invertebrate produce a spherical mass of cells enclosed as a common uptake wall formed endogenously. Resistant ആയിട്ടുള്ള സ്പോർ ആണ് ജെമ്യൂൾ എന്ന് പറയുന്നത്. ജെമ്യൂളിന്റെ സ്ട്രക്ചർ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരു മൈക്രോപൈൽ ഓപ്പണിംഗ് കാണും, അതേപോലെ സ്പിക്യൂൾസ് കാണും, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പോർ ആണ് ജെമ്യൂൾസ് ആൻഡ് സ്പോഞ്ചസ്. മറ്റൊരു അസെക്സ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ബഡ്സ്. ബഡ്സ് എന്ന് പറയുന്നത് പേരന്റ് ബോഡിയിൽ നിന്ന് ചെറിയൊരു സ്മോൾ ഔട്ട് ഗ്രോത്ത് വരും. ആ ഔട്ട് ഗ്രോത്തിൽ നിന്ന് പിന്നീട് അതൊരു മീനിയേച്ചർ ഇൻഡിവിജ്വൽ ആയിട്ട് മാറണം. എക്സാമ്പിൾ ഈസ്റ്റ് ആൻഡ് ഹൈഡ്ര. ഹൈഡ്ര ആൻഡ് ഈസ്റ്റ് ആണ് എക്സാമ്പിൾ. ഹൈഡ്രയിലെ ഈസ്റ്റിലെ രണ്ട് തരത്തിലുള്ള ബഡ്ഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൈഡ്രയിലാണെങ്കിൽ ബഡ്ഡിങ് വരുന്നത് എങ്ങനെയാണ് ബഡ്ഡിങ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഈസ്റ്റിലാണെങ്കിലോ, ഈസ്റ്റിൽ ഓരോ ബഡ് ഫോം ചെയ്ത് ആ ഒരു ബഡ് പിന്നെ വലുതായി വേറൊരു ഓഫറിംഗ് ആയിട്ട് മാറുകയാണ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചൊരു ടേംസ് ഇവിടെ നോക്കാനുണ്ട്. എൻസിസ്റ്റേഷൻ. അമീബ അൺഫേവറബിൾ കണ്ടീഷനിൽ withdraws its pseudopodia and secrete a 3-layered hard covering or cyst around itself. ഓക്കെ, അപ്പം സ്യൂഡോപോഡിയ വിഡ്രോ ചെയ്യുകയും ഒരു 3-layered ആയിട്ടുള്ള ഹാർഡ് കവറിംഗ് സിസ്റ്റ് ആ അമീബയുടെ ബോഡിയുടെ ചുറ്റിലും എൻസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. എൻസിസ്റ്റേഷൻ ഇസ് സീൻ ഇൻ അമീബ. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. എൻസിസ്റ്റേഷൻ ഇസ് ദ പ്രോസസ് ദാറ്റ് ഇസ് സീൻ ഇൻ അമീബ. നെക്സ്റ്റ് സ്പോറിലേഷൻ ആണ്. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ എൻസിസ്റ്റേഷൻ നടത്തിയ ഈ അമീബ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഫോം ചെയ്ത അമീബ മൾട്ടിപ്പിൾ ഫിഷർ വഴി ഡിവൈഡ് ചെയ്യുകയും മിനിറ്റ് അമീബകളായിട്ട് സ്യൂഡോസ്പോഡിയോസ്പോർസ് ആയിട്ട് മാറുകയോ, അല്ലെ സ്യൂഡോസ്പോഡിയോസ്പോർസ് എന്നാണ് ആ ഒരു സ്ട്രക്ചറിന്റെ പേര്, മിനിറ്റ് അമീബ. അതിനുശേഷം സിസ്റ്റ് വോൾ ബ്രേക്ക് ഔട്ട് ചെയ്യുകയും സ്പോർസ് ലിബറേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്പോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എൻസിസ്റ്റേഷനും സ്പോറിലേഷനും രണ്ടും നടക്കുന്ന എവിടെയാണ്? അമീബയിലാണ് നടക്കുന്നത്. സ്പോറിലേഷൻ ഇൻ അമീബ, അതിന്റെ പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, മിനിറ്റ് അമീബ ആയിട്ട് അല്ലെങ്കിൽ സ്യൂഡോപോഡിയോപോർസ് ആയിട്ട് മാറിയിട്ട് പിന്നീട് അത് സിസ്റ്റ് വോൾ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തോട്ട് വരും. അങ്ങനെ ന്യൂ ഓഫ്സ്പ്രിങ്സ് ആയിട്ട് മാറും ഓരോ സ്പോർസും. ഇനി കമ്മിങ് ടു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ ന്യൂ പ്ലാന്റ്സ് ആർ ഫോം ഫ്രം എനി പാർട്ട് അതർ ദാൻ സീഡ്സ്. സീഡ്സ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് ഒരു ന്യൂ ഓഫ്സ്പ്രിങ് വരികയാണ്. സ്റ്റെം, ബഡ്, ലീഫ്, ഇതെല്ലാം എന്താണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ വരും. അതായത് ഒരു പ്ലാന്റിന്റെ സെക്ഷുവൽ പാർട്ട് അല്ലാത്ത, സീഡ് അല്ലാത്ത വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ പറയും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഗ്രാഫ്റ്റിംഗ്, കട്ടിങ്, ലെയറിംഗ് അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ. ഇതെല്ലാം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ്. നമുക്കിപ്പോൾ ധാരാളം കൊമേഴ്ഷ്യലി ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡ്യൂസ് ചെയ്ത പ്ലാന്റ്സിനെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അല്ലേ? അപ്പം ഒരുപാട് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്.